ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2024 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഓക്കെ, ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് രണ്ട് മീഡിയത്തിലൂടെ വായിക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും, അതുകൊണ്ട് അതിനനുസരിച്ച് നോക്കാമേ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50-ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ മൂന്നിൽ ഒന്നല്ല? അപ്പോൾ 3 സംസ്ഥാനങ്ങൾ എന്താണ് അവരുടെ 50-ാം സംസ്ഥാന ദിനം ആചരിച്ചു. ഇവിടെ 4 തന്നിട്ടുണ്ട്, ഇതിനകത്ത് ഒരെണ്ണം ഒറ്റയാണ്. അതേതാണെന്ന് ചോദിച്ചേക്കുന്നത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, നാഗാലാൻഡ്. വ്യവസായികവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, സുഭാഷ് ചന്ദ്രബോസ്. 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഹരിജൻ യാത്ര പര്യടനം. അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, പുരാണ കില. വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, രാമൻ നമ്പി. കല്ലുമല സമരത്തിലോ അല്ലെങ്കിൽ പെരുന്നാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, അയ്യങ്കാളി. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 1991. രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധക്കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ന്യൂറംബർഗ്. 18-ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ജീൻ ജാക്കസ് റൂസോ. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, പോർച്ചുഗീസ്. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, കോഴിക്കോട്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപനിലയങ്ങളല്ല? വിച്ച് among the following is not a geothermal field in India? Right answer is option B, 1 and 3. താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, മണൽക്കല്ല് സിസ്റ്റ്. മണൽക്കല്ല് ചേരുന്നത് ക്വാർട്സൈറ്റിനോടാണ്. ബാക്കി 3 ശരിയാണ്. ഗ്രാനൈറ്റ്, നീസ, ചുണ്ണാമ്പുകല്ല്, മാർബിള്, ഷെയിൽ, സ്ലേറ്റ്. സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, പോളികോണിക്. 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ജപ്പാൻ. ഇന്ത്യയിൽ പണനയത്തിന്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 1 and 3. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ. ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്?
റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും. കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും. ഫാക്ടർ ചെലവിൽ GDP ഇതിന് തുല്യമാണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതികൾ. സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 9ാം പഞ്ചവത്സര പദ്ധതി. എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഇ-ശ്രം പോർട്ടൽ ആരംഭിച്ചത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയം. താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിന്റെ പ്രവർത്തനമല്ലാത്തത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഗവൺമെന്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക. വിഷൻ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കിയിട്ടുള്ള നാഷണൽ ഇ-ഗവേണൻസ് പ്ലാനിന്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 1 and 2. പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിന്റെ അടുത്ത് എത്തിക്കുക, കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. സാമൂഹികവൽക്കരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പ്രവർത്തനം, സംയോജനത്തിന്റെ പ്രവർത്തനം, രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിന്റെ പ്രവർത്തനം. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന, ABRY. ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60-ൽ നിന്ന് 50-ആയി കുറച്ച സംസ്ഥാനം ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ജാർഖണ്ഡ്. ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 2 മാത്രം. നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം. പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 2, 3. 48A, 51A. ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഈ ഒരു ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 1ാമത്തെയും 3ാമത്തെയും സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 106ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റം അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്താണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 1 ഉം 2 ഉം. ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239A, ആർട്ടിക്കിൾ 330A, 332A ഉൾപ്പെടുത്തൽ. 2023-ൽ വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, കാർലോസ് അൽക്കാരസ്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, അഗ്നിസാക്ഷി.
ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആര്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ റസൂൽ പൂക്കുട്ടി. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ തെണ്ടുൽക്കർ എത്ര റൺസ് നേടി? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 18,426. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി എസ് എൽപുരം സദാനന്ദൻ. ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ എസ് ഗുപ്തൻ നായർ. കുമാരനാശാൻ അന്തരിച്ച വർഷം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 1924. കാഞ്ചനസീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ജി അരവിന്ദൻ. 2022 ഫിഫ ലോകകപ്പിന്റെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ലയണൽ സ്കലോനി. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി മലപ്പുറം. താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 1 ഡിയോടാണ് ചേരുന്നത്. ഹബ്ബ് നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുക. 2 സിയോടാണ് ചേരുന്നത്. റൂട്ടർ 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു. 3 വിയോട് ചേരുന്നു. റിപ്പീറ്റർ നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു. 4 എയോടാണ് ചേരുന്നത്. ഗേറ്റ്വേ വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU വേഗത്തിലുള്ള പ്രോസസ്സിംഗിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റകളും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെന്റൽ മെമ്മറി സിസ്റ്റം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ക്യാഷെ മെമ്മറി. ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിന്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപഭോക്തൃനാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികതയാണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി വെബ് ജാക്കിംഗ്. സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ലാറി പേജും സെർജി ബ്രിനും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്ന്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഗൂഗിൾ. താഴെ പറയുന്നവയിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. താഴെ പറയുന്ന പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുത്പാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി സൗരോർജം, കാറ്റ്, ബയോമാസ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ലാത്തത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി IXPE. ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ ദ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളതെന്ന് ചോദിച്ചിരിക്കുന്നത്.
റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. 4 പ്രസ്താവനകളും ശരിയാണ്. ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണിത്. ദേശീയ തലത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത്. ദേശീയ ജൈവ വൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളാണ്. ഒരു ദേശീയ ജൈവ വൈവിധ്യ തന്ത്രം തയ്യാറാക്കാനും ഈ തന്ത്രം ജൈവ വൈവിധ്യത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രത്തെ മുഖ്യധാരയാക്കാനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിന്റ് 1ന്റെ ദൂരം എത്രയാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ. വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് ദ വേർഡ് ക്വിക്ക്ലി? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. അഡ്വർബ്. ചൂസ് ദ ഇൻകറക്റ്റ് സ്പെല്ലിംഗ്സ്. Right answer is option B, 2 and 3. Identify the sentence with the incorrect preposition usage. Right answer is option C. The teacher insisted in completing the assignment. Which of the following statements are grammatically correct? ഈ ഒരു ക്വസ്റ്റ്യൻ ബേസിക് ക്യാൻസൽ ചെയ്തേക്കുവാണ്. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് their own laptop. Identify the sentence with the correct use of the passive voice. ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. Select the sentence with the proper use of capitalization. Right answer is option B. I am going to the mall. Identify the correct antonym of the word comfortable formed with the suffix. ഈ ഒരു ക്വസ്റ്റ്യനും ബേസിക് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. Choose the sentence with the correct usage of the phrasal verb given in. ഈ ഒരു ക്വസ്റ്റ്യൻ ബേസിക് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. Identify the sentence with the correct usage of a gerund. Right answer is option B. She enjoys swimming in the ocean. What is the term for the excessive use of words? Right answer is option A. Verbosity. Choose the correct option for the reported speech. Direct speech. I won't be able to attend the meeting, she said. Right answer is option D. She said she won't be able to attend the meeting. Identify the sentence with the correct usage of masculine and feminine gender. Right answer is option C. The stallion is recognized for his strength. Select the sentence with the correct usage of words. ഈ ഒരു ക്വസ്റ്റ്യൻ ബേസിക് ആൻസർ ചെയ്തേക്കുവാണേ. Which sentence uses correct comparative degree? Right answer is option C. She runs faster than him. What does the idiom to spill the beans mean? Right answer is option B. To reveal a secret. Choose the correct sentence with the proper use of the verb. Right answer is option B. The child fell asleep during the movie. Rebecca rarely eats sweet dash.
Right answer is option A, does she. What term describes the deliberate and systematic extermination of a national, racial, political and cultural group? The right answer is option B, genocide. Choose a suitable synonym from the following options for the word given. Meticulous. Right answer is option A, careful. ശരിയായ പദം തിരഞ്ഞെടുക്കുക. Right answer is option B, വിദ്യുച്ഛക്തി. ശരിയായ വാക്യം കണ്ടെത്തുക. Right answer is option C, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷ ഏതാണ്? എനിക്ക് തലവേദനയുണ്ട്. Right answer is option D, I am suffering from headache. അറിയാനുള്ള ആഗ്രഹം ഒറ്റപ്പദം ഏതാണ്? Right answer is option A, ജിജ്ഞാസ. പക്ഷിക്കൂട് എന്ന പദത്തിന്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. പര്യായം. Right answer is option B, നീഡം. ചേർത്തെഴുതുക. വാക് പ്ലസ് വാദം. Right answer is option C, വാഗ്വാദം. അമരം എന്ന പദത്തിന്റെ വിപരീത പദം എന്ത്? Right answer is option B, അണിയം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുക. Right answer is option A, അധികമായാൽ അമൃതും വിഷം. ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. താവഴി. Right answer is option C, തായ് പ്ലസ് വഴി. പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക. Right answer is option B, ഏകവചനം. നമ്മൾ 80 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.